ഹായ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നൊരു സ്പെഷ്യൽ ഹോട്ട് ആൻഡ് സ്വീറ്റ് മാംഗോ പിക്കിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ. എല്ലാവർക്കും റിയാസ് കമൻറ്റ് കിച്ചണിലേക്ക് സ്വാഗതം. റെഡിയാക്കാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. അപ്പോൾ ഇതാ നമ്മളിതാ മാംഗോ എടുത്തിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മുളകാണ് കേട്ടോ, വറ്റൽ മുളകാണ്. അത് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ സ്ലൈസ് ചെയ്ത വെളുത്തുള്ളിയാണ് കേട്ടോ. അതും ഇട്ട് കൊടുത്ത് നമ്മൾ ഇതുപോലെ തന്നെ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ ഇഞ്ചി സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി നമ്മൾ വറുത്ത് കോരി മാറ്റി വയ്ക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കായാണ് കേട്ടോ. കായത്തിൻ്റെ ഒരു കഷ്ണം ഇട്ട് കൊടുത്തിട്ട് അതും നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. കരിക്കരുത്, നല്ല രീതിയിൽ അതിൻ്റെ ഒരു ഗോൾഡൻ കളറിൽ എടുത്ത് മാറ്റി വയ്ക്കുക കേട്ടോ. എല്ലാതും ഇതിൻ്റെ നല്ല രീതിയിൽ വറുത്ത് കോരി മാറ്റി വയ്ക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കായം വറുത്ത് കോരി എടുത്താൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം പിന്നെ കട്ട് ചെയ്ത് മാംഗോ ഇട്ടിട്ട് അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യുക മീൻസ് ഒരു നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. ഈ എണ്ണയിൽ കിടന്നൊന്ന് വഴറ്റി മാറ്റി വയ്ക്കുക. ഇപ്പോൾ ഇതാ നല്ല രീതിയിൽ ഇട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് മാറ്റി വയ്ക്കുക. ഇനിയൊരു മൺചട്ടി വെച്ചിട്ടുണ്ട്. മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ അച്ചാറുകൾക്ക് ഒരു പ്രത്യേക രുചിയാണല്ലോ. അപ്പോൾ നമ്മൾ മൺചട്ടി വെച്ചിട്ട് അതിലേക്ക് കടുകിട്ടു, ഉലുവിട്ടു, പിന്നെ കടുകരിപ്പ് കുറച്ചുണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്തു, വറ്റൽമുളക് ഇട്ടു. നന്നായി ഒന്ന് ഫ്രൈ ചെയ്ത് നല്ല മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചാൽ മാംഗോ ഇട്ടിട്ട് കൊടുക്കുക കേട്ടോ. മാങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ വലിയ പണിയൊന്നുമുള്ള സംഭവമല്ല, മാങ്ങയുടെ സീസണാണ്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കി വെച്ചാൽ ഒത്തിരി നാളെ കേടുകൂടാതിരിക്കും കേട്ടോ. എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ചേർക്കുന്നുണ്ടോണ്ട് ഇത് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചതെല്ലാം നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു തരിപ്പായിട്ടാണ് നമ്മൾ പൊടിച്ചെടുക്കേണ്ടത്. ഇത് എല്ലാം ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് തന്നെ ഇതങ്ങനെ കേടാവില്ല. മാങ്ങോപ്പിൾ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും കേട്ടോ. ഇവിടെ അങ്ങനെ അധികം നാൾ ഇരിക്കാനൊന്നും കിട്ടാറില്ല. ഇങ്ങനെ ഇതൊരു ഹോട്ട് ആൻഡ് സ്വീറ്റ് ആയതുകൊണ്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴിയാറുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ആ പൊടിച്ചതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ നല്ല രീതിയിൽ നമ്മളിതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് അവിടെ കിടന്ന് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അവിടെ ഒന്നും കൂടെ എല്ലാം കൂടി ഒന്ന് പിടിക്കുന്നവരെ ഇടാം. എന്നിട്ട് നല്ല രീതിയിലെല്ലാം മിക്സായിട്ട് നന്നായി ഇതായി വരുന്ന സമയത്ത് ആ ഉപ്പ് നോക്കിയിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്തൊന്നുകൂടെ നന്നായി മിക്സ് ചെയ്യുക. ഇവിടെ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് ഒത്തിരി കുറവായിരുന്നു, അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ 2 അച്ച് ശർക്കര എടുത്ത് കുറച്ച് വെള്ളം മാത്രം, ഒരു 2 ടീസ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചിട്ട് അതൊന്ന് മെൽറ്റാക്കി ഒരു കട്ടിയുള്ള ഒരു ശർക്കര പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മാംഗോ തൊക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പം ഇത് ഇപ്പോൾ നമ്മളുടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതൊരു നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കുപ്പിയിലേക്ക് ചൂടാറുമ്പോൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നാളുകൾ കേടുകൂടാതിരിക്കും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ നിങ്ങൾ പറയാം. നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. എന്നാലും ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. പിന്നെ വെക്കേഷനല്ലേ, അപ്പം ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ പിക്കിൾ കണ്ടില്ലേ, ഇതാണ് സംഭവം. അപ്പോൾ എല്ലാവരും ട്രൈ